ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണ്. അങ്ങനെ ഇതാ നമ്മളെ റമദാനൊക്കെ കഴിയാനായി. ഇപ്രാവശ്യത്തെ ലാസ്റ്റത്തെ റമദാൻ വ്ളോഗ് ആവട്ടെ ഇത്. ഇന്നത്തെ എന്തായാലും ഒരു ഇഫ്താർ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നല്ല, പെരുന്നാളൊക്കെ ആവാനായില്ല. അപ്പോൾ പെരുന്നാളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പെരുന്നാളൊക്കെ ആയാലും എങ്ങനെയാണ് നിങ്ങളെ വീട്ടിൽ പലഹാരങ്ങൾ ഉണ്ടാക്കലുണ്ടോ? ഞാനൊക്കെ ചെറുതാവുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, തറവാട്ടിലാവുമ്പോൾ ഉമ്മാമ്മ പെരുന്നാളിന്, അതായത് മാസം കണ്ടാൽ ആ രാത്രി പെരുന്നാൾ രാവിലെ അരിയിരപ്പം ഉണ്ടാക്കി തരുമായിരുന്നു. അത് നമ്മൾ കസിൻസും എല്ലാവരും കൂടി ഒരു രസമുള്ള ടൈമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് അരിയിരപ്പം കഴിക്കലും പിറ്റേ ദിവസം പെരുന്നാൾ മൈലാഞ്ചിടൽ, ആ ഒരു രസമൊന്നും ഇപ്പോഴത്തെ പെരുന്നാളിലില്ല കേട്ടോ എന്തായാലും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഒരു പെരുന്നാൾ പലഹാരമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തായാലും പെരുന്നാളിന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ അരിയിരപ്പം, പിന്നെ ചിരട്ടമാല, പഴം നിറച്ചത്, ചുക്കപ്പം, അങ്ങനെ പണ്ടത്തെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് പെരുന്നാളൊക്കെ ആയാൽ. പക്ഷെ ഇപ്പോൾ അതൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ. ഉമ്മാമൊക്കെ ഉള്ളപ്പോഴായിരുന്നു അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നത്, എല്ലാ പ്രാവശ്യവും മുടങ്ങാതെ. പക്ഷെ ഇപ്പോൾ അതൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് എപ്പോഴും കുറേ ആയിട്ട് ചോദിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്, ചിരട്ടമാല. അതായത് ഞാൻ കല്യാണത്തിൻ്റെ വ്ളോഗൊക്കെ ചെയ്യുമ്പോഴൊക്കെ അതിൽ കാണുമ്പോൾ പറയലുണ്ട് അതിൻ്റെ റെസിപ്പി കാണിക്കാനായിട്ട്. വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് വീട്ടിലെല്ലാവരും ചിരട്ടമാല ഉണ്ടാക്കി നോക്ക്. ചില നാട്ടിലൊക്കെ ഉണ്ട് ഈ സംഭവം, കൈവീശൽ എന്നൊക്കെ പറയുന്നൊക്കെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പെരുന്നാൾ പലഹാരം ഉണ്ടാക്കലുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ പലഹാരം കാണിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാനുണ്ട്. ഞാനും ഉമ്മയും കൂടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിരുന്നു. ആ വിശേഷങ്ങൾ ഫസ്റ്റ് കാണാം, എന്നിട്ട് നമുക്ക് പലഹാരം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഷോപ്പിങ്ങിന് എത്തിയതാണ്. ഞാനും ഉമ്മയും അമ്മായും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇവിടെ പൊന്നാനി AKT എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അന്ന് ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പൊന്നാനി ചാണ റോട്ടിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ റേറ്റിലാണ് അവർ കൊടുക്കുന്നതെന്ന്. നമ്മളിവിടെ മെയിനായിട്ട് വന്നത് കിച്ചണിലേക്ക് കുറച്ച് സ്റ്റോറേജ് ബോക്സസ്, കണ്ടെയ്നേഴ്സൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ടാണ്. അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ഇതാ കണ്ടെയ്നേഴ്സൊക്കെ ചെറിയ റേറ്റിലാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. ഹോൾസെയിൽ റേറ്റിലാകുമ്പോൾ തന്നെ ഒരു പീസൊക്കെ എടുക്കുമ്പോൾ ചെറിയ റേറ്റേ ആവുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറേ, അതായത് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നല്ല റീസണബിൾ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും. എല്ലാ സൈസിലുള്ള കണ്ടെയ്നേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ചെറുതും വലുതും നമുക്ക് ഇങ്ങനെ ഓരോ സ്പൈസസ് ഇട്ട് വെക്കാൻ, പിന്നെ നമ്മൾ പൗഡേഴ്സ് ഇട്ട് വെക്കാൻ, അതിനൊക്കെ പറ്റിയത് കുറേ ടൈപ്പിലുണ്ട്. നമ്മളെ കിച്ചണിൽ ഒരേപോലെയുള്ള കണ്ടെയ്നേഴ്സ് വെക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ. അതായത് കിച്ചൺ തന്നെ ഒരു ഭംഗി കൂടും. ഇപ്പോൾ നമ്മൾ ചില ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കിട്ടൂല. ഇപ്പോൾ വലുത് 6 ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറുത് അതുപോലെ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് നമുക്ക് എല്ലാതും ഒരേപോലെ നല്ല സെറ്റാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. അതായത് പൗഡേഴ്സ് വെക്കാനും പിന്നെ നമ്മളെ സ്പൈസസ് വെക്കാൻ, അങ്ങനെയൊക്കെ ഓരോന്നിനും സെയിം പാറ്റേണിൽ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സ്റ്റോറേജ് ബോക്സസ് ആണ്. ഇത് ഹാൻഡിലൊക്കെ വരുന്ന ടൈപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്രിഡ്ജിലൊക്കെ ഓരോന്ന് സ്റ്റോർ ചെയ്യാനും ഒക്കെ പറ്റിയതാണ്. ഇതൊക്കെ നല്ല എയർ ടൈറ്റ് ബോക്സസ് ആണ്. ഇവിടെ സെല്ലോൻ്റെ പ്രോഡക്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി മോശമൊന്നുമില്ല, എല്ലാതും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ്. ഇതൊക്കെ ബ്രെഡ് ബോക്സ് ഒക്കെയാണ്. ഇനി ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇത് കുട്ടികൾക്കൊക്കെ പറ്റിയൊരു ബൗളാണ്. നമ്മൾ എത്ര തന്നെ കുട്ടികൾക്ക് കൊടുത്താലും അത് അവർ താഴെ കളയുമല്ലോ. ചിപ്സ്, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ, ഈ മിച്ചർ പോലെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ബൗൾ നോക്ക്, എത്ര തന്നെ അവർ ചെരിച്ചാലും അത് താഴെ പോവില്ല കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ കട്ടിംഗ് ബോർഡ് നോക്ക്, നമുക്ക് കട്ട് ചെയ്തിട്ട് സൈഡിലിടാനുള്ള ഒരു ട്രേയും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കത്തി, ആ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും കൂടിയിട്ട് 79 വരുന്നുള്ളൂ. ഇതൊക്കെ സൈഡിൽ ഇങ്ങനെ ലോക്ക് വരുന്ന ടൈപ്പ് കണ്ടെയ്നേഴ്സാണ്.
അതും പല സൈസിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ട്രേ ആണ്. ലിൻഡ് റോളറും ഉണ്ട് കേട്ടോ. നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്യില്ല. ഇത് ഐക്യയിലൊക്കെയാണ് കാണലുള്ളൂ. ഇത് ഐക്യ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പൊന്നാനിയിലും ഐക്യ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണിത്. എല്ലാ ടൈപ്പ് ക്ലീനിങ് എക്യുപ്മെൻറ്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ വൈപ്പേഴ്സ്, നല്ല ഹാൻഡി ആയിട്ടുള്ള ബ്രഷ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റി. പിന്നെ ഇതൊക്കെ ക്ലീനിങ് ടവൽസ് ആണ്. പല ടൈപ്പ് മെറ്റീരിയലും വരുന്നുണ്ട്. ഈ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. നല്ല ചെറിയ ബ്രഷാണ്. 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എപ്പോഴും എല്ലാ ഷോപ്പിലൊന്നും പോയാൽ കാണാൻ പറ്റില്ല ഇങ്ങനത്തെ ടൈപ്പുള്ള ചെറിയ ഐറ്റംസ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. സംഭവം എന്നറിയോ, വെള്ളം സ്പ്രേ ചെയ്യുന്ന വൈപ്പറാണ് കേട്ടോ. നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. ഇതെന്താ ഇങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ മാവ് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക, പിന്നെ ഇവിടെ വെക്കുക. ബാക്കിയുള്ളത് ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ടോ അത്. പിന്നെ ഇത് നൈഫ് സ്റ്റാൻഡാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് പീലർ എനിക്ക് നല്ല ഇഷ്ടമായി. വേസ്റ്റൊക്കെ കളക്ട് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായ? ഇത് നമ്മൾ വോളിലൊക്കെ ആണി അടിക്കുന്നതിന് പകരം ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്താൽ മതി. നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്യാനൊക്കെ ഈസിയാണ്. ഇത് ഞാൻ കുറേ ഷോപ്പിൽ അന്വേഷിച്ചൊരു സംഭവമാണ് കേട്ടോ, മാഗ്നറ്റിക് നൈഫ് ഹോൾഡർ. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കുറേ, അതായത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ നല്ല നല്ല ക്യൂട്ട് പ്രൊഡക്ട്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. ക്രോക്കറി ഐറ്റംസിൻ്റെയും കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ സൈസിലുള്ള പ്ലേറ്റ്സും ബൗൾസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ലേഡീസ്. പിന്നെ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ നേരെ ഷോപ്പിലേക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതൊക്കെ ഓവനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രേ ആണ്. എല്ലാതും നല്ല ഹോൾസെയിൽ റേറ്റിലാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഷോപ്പിങ്ങിന് വരുന്നതെന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആ ഒരു കാര്യം പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ നോൺ സ്റ്റിക്ക് പാൻസ്, അപ്പച്ചട്ടി, പത്തിരിക്കല്ല്, ദോശ തവ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെ ഒക്കെ സാധനങ്ങളാണ്. നമ്മളെ കിച്ചണിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും, അതായത് A to Z ഇവിടെ ഉണ്ട് കേട്ടോ. ഹൗസ് വാമിംഗ് ഒക്കെ ഉള്ളവർക്ക് നല്ല ബൾക്കായിട്ട് തന്നെ എല്ലാ സംഭവങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ഷോപ്പാണ്. ഇത് സിലിക്കൺ ലിഡിൻ്റെ സെറ്റാണ് കേട്ടോ. എല്ലാ സൈസും ഉണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അതുപോലെയുള്ള കുറേ ക്യൂട്ട് ഐറ്റംസാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് ഞാൻ കുറേയൊക്കെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചത്. പിന്നെ അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ലൊക്കേഷൻ മറക്കണ്ട, പൊന്നാനി ചാണ റോഡിൽ AKT എന്ന് പറഞ്ഞ ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യുക. പിന്നെ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ഹൗസ് വാമിംഗ് ഒക്കെ ഉള്ളവർക്കൊക്കെ എന്തായാലും നല്ല ഉപകാരപ്പെടും. ഇനി നമുക്ക് നമ്മളെ പെരുന്നാൾ പലഹാരം റെഡിയാക്കിയാലോ. ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ചിരട്ടമാലയാണ്. ഒരു ട്രഡീഷണൽ പലഹാരമാണ് കേട്ടോ. അപ്പോൾ വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാം. ചിരട്ടമാലക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 10 മുട്ട യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ മൈദ, ഏലക്കായപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബൗളിലേക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഒരു അളവ് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ളൊരു കണക്കിൽ എടുത്താൽ മതി.
അപ്പോൾ 10 മുട്ട എടുക്കുന്നതുകൊണ്ട് തന്നെ 10 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ലാസ്റ്റ് നോക്കിയിട്ട്. അപ്പോൾ ഇതാ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ബ്ലെൻഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, മുട്ടയും പഞ്ചസാരയും. അപ്പോൾ അത് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യുക. മൈദ നമുക്ക് ആവശ്യത്തിനനുസരിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ 4 വലിയ കയ്യിലാണ് ചേർത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഭയങ്കര ലൂസ് ആവരുത്, എന്നാലും അത്യാവശ്യം ഒരു തിക്നെസ് വേണം. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മളെ മെയിൻ സംഭവം ചിരട്ട, നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ളൊരു ചിരട്ടയാണ്. ഒരു ഹോളും കൂടി ഉണ്ട് കേട്ടോ താഴെ. അത്യാവശ്യം വലിയൊരു ഹോളാണ്. അപ്പോൾ ആ ഹോൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ ബാറ്റർ ചിരട്ടയിൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതാ വെളിച്ചെണ്ണ ചൂടായാലും നമുക്ക് അതിലേക്ക് ഇതാ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇത്രയായാൽ തന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം തന്നെ ഒന്നിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു നല്ല ഗോൾഡൻ കളറാവും. അപ്പോൾ നമുക്കത് കോരി മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ചിരട്ടമാല ഉണ്ടാക്കുന്നത്. ചിരട്ട യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു മാല. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാവും. ഇവിടെ കേശക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്രാവശ്യത്തെ പെരുന്നാളിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങളെ വീട്ടിൽ ഇത് ഉണ്ടാക്കലുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഉണ്ടാക്കലുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ പേരെന്താ പറയാന്നുള്ളത്. ചില സ്ഥലത്തൊക്കെ വേറെ പേരാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പറയാം. ഓക്കെ. പത്ത് മുട്ട യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് അത്യാവശ്യം തന്നെ ഉണ്ടാവും. അതായത് കുറച്ചധികം തന്നെ ഉണ്ടാവും. പിന്നെ ഇത് അങ്ങനെ പെട്ടെന്ന് കേടാവുന്ന പലഹാരമൊന്നുമല്ല. ഇത് ഒരാഴ്ചയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം, ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ പെരുന്നാൾ പലഹാരം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.